എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് ഗിഫ്റ്റായി ലഭിച്ച വിവോ V23 Pro എന്ന സ്മാർട്ട് ഫോണിന്റെ വിശേഷങ്ങളാണ് ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഫോൺ കാണിച്ചിട്ടുണ്ട്. കാണാത്തവർക്കായി ഒന്നുകൂടി കാണിക്കാം. ഇങ്ങനൊരു ബോക്സിലാണ് ഫോൺ വരുന്നത്. V23 Pro എന്ന് എഴുതിയിട്ടുണ്ട്. താഴെയായി 5G എന്നും കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ ബാക്ക് സൈഡിലായി മെയ്ഡ് ഇൻ ഇന്ത്യ എന്ന് കാണാം. സാർ വാല്യൂ അറിയേണ്ടവർക്ക് സാർ വാല്യൂ കൊടുത്തിട്ടുണ്ട്. ഹെഡ് 1.22ഉം ബോഡി 0.63ഉമാണ്. ഇവിടെ സൺഷൈൻ ഗോൾഡ് എന്നും 12GB പ്ലസ് 256GB എന്നും കൊടുത്തിട്ടുണ്ട്. അതായത് 8GB റാം 120GB, 12GB റാം 256GB എന്നീ രണ്ട് വേരിയന്റുകളിലായി സ്റ്റാർ ടെസ്റ്റ് ബ്ലാക്ക് നിറത്തിലും സൺഷൈൻ ഗോൾഡ് എന്ന കളറിലുമാണ് ഈ സ്മാർട്ട് ഫോൺ ലഭിക്കുക. നമുക്കിവിടെ ലഭിച്ചിരിക്കുന്നത് 12GB 256GB വേരിയന്റിലുള്ള സൺഷൈൻ ഗോൾഡ് നിറത്തിലുള്ള ഫോണാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ഈ ഫോണിനൊരു പ്രശ്നമുണ്ട്. അത് ഞാൻ വീഡിയോയുടെ അവസാനം പറയാം. നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ അവസാനം വരെ കാണുക. അതിനു മുമ്പായി ഇതിനോടൊപ്പം വേറെ എന്തൊക്കെയുണ്ടെന്ന് നമുക്ക് നോക്കാം. നല്ല ക്വാളിറ്റി ഉള്ള ഒരു TPU കേസ്, ക്രിസ്റ്റൽ ക്ലിയർ ആണ്. യൂസർ മാനുവൽ ആൻഡ് വാറണ്ടി കാർഡ് ഇൻഫർമേഷൻ, വിവോയുടെ ഫാസ്റ്റ് ചാർജർ, 44 വോൾട്ടിന്റെ ഫാസ്റ്റ് ചാർജർ ആണ് നൽകിയിരിക്കുന്നത്. USB Type-C ചാർജിംഗ് കേബിൾ, സിമി ചക്ര പിൻ, കാണാൻ നല്ല അടിപൊളി ഒരു ഹെഡ്സെറ്റ്, USB Type-C to 3.5mm ഓഡിയോ കണക്ടർ. അതായത് ഇതിൽ 3.5mm ജാക്ക് ഇല്ല. അതിനു പകരം ഈ കണക്ടർ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ 3.5mm ഹെഡ്സെറ്റ് ഈസിയായി ഉപയോഗിക്കാൻ പറ്റും. അത് ഫോണിനോടൊപ്പം തന്നെ കിട്ടുന്നുമുണ്ട്. ഇനി ഫോണിലേക്ക് വന്നു കഴിഞ്ഞാൽ 50 മെഗാ പിക്സൽ സെൽഫി ക്യാമറയിൽ ഐ ഓട്ടോ ഫോക്കസുമായിട്ട് വരുന്ന ഇന്ത്യയിലെ ആദ്യ സ്മാർട്ട് ഫോൺ എന്ന പ്രത്യേകത വിവോ V23 Proയ്ക്ക് മാത്രം അവകാശപ്പെട്ടതാണ്. വളരെ സ്ലിം ആയിട്ട് 3D കർവ്ഡ് ഡിസ്പ്ലേയുമായിട്ട് വരുന്ന സ്മാർട്ട് ഫോൺ, 108 മെഗാ പിക്സലിന്റെ അൾട്രാ ക്ലാരിറ്റി റിയൽ ക്യാമറ സെറ്റപ്പ്, മീഡിയാടെക്കിന്റെ 1200 എന്ന മികച്ച 5G പ്രൊസസർ, ഇരുണ്ട വെളിച്ചത്തിൽ മികച്ച സെൽഫി എടുക്കാൻ ഇത്തരത്തിൽ സെൽഫി ക്യാമറയിൽ തന്നെ ഡുവൽ ടോൺ സ്പോട്ട്ലൈറ്റ്, 12GB എന്ന ഹൈ സ്പീഡ് റാം, നോർമലിലും വൈഡ് ആംഗിളിലും സെൽഫി എടുക്കുന്നതിന് വേണ്ടി സെൽഫിയിൽ തന്നെ 2 ക്യാമറകൾ. ഇങ്ങനെ പറഞ്ഞാലും തീരാത്ത വിശേഷങ്ങളുമായിട്ടാണ് വിവോ V23 Proയെ അണിയിച്ചൊരുക്കിയിരിക്കുന്നത്. ഫോണിന്റെ വലതുവശത്ത് ഇതുപോലെ വോളിയം റോക്കേഴ്സും പവർ ബട്ടണും, മുകളിലായിട്ട് സെക്കൻഡറി നോയിസ് ക്യാൻസലേഷൻ മൈക്ക്, ഇവിടെ പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫി എന്ന് ചെറുതായിട്ട് എഴുതിയിട്ടുണ്ട്. ഇടത് സൈഡിൽ കാര്യമായിട്ട് ഒന്നും തന്നെ ഇല്ല. താഴെ സിൻഡ്രെ, മൈക്രോഫോൺ, USB Type-C ചാർജിംഗ് പോർട്ട്, സ്പീക്കർ ഗ്രിൽ. ഫോണിന്റെ ബാക്ക് സൈഡിൽ ഇതുപോലെ 3 ക്യാമറകൾ. ആ ക്യാമറകൾ നൽകിയിരിക്കുന്നത് വളരെ വിശാലമായ ഒരു ക്യാമറ മൊഡ്യൂൾ ആണ്. ഈ ഒരു ഭാഗത്ത് ഇതുപോലെ LED ഫ്ലാഷ് ലൈറ്റ് കാണാം. 108 MB ട്രിപ്പിൾ ക്യാമറ എന്നും എഴുതിയിട്ടുണ്ട്. കളർ ചേഞ്ചിങ് ഫ്ലൂറൈറ്റ് ആന്റി ഗ്ലിയർ ഗ്ലാസ് കൊണ്ടാണ് ഫോണിന്റെ ബാക്ക് സൈഡ് നിർമ്മിച്ചിരിക്കുന്നത്. ഗ്ലാസ് ആണെങ്കിലും ഒരു മാറ്റ് ഫിനിഷ് നൽകിയിരിക്കുന്നത് കൊണ്ട് തന്നെ ബാക്ക് സൈഡിൽ ഫിംഗർ പ്രിന്റ് തീരെ പതിയുകയില്ല. 7.36 മില്ലിമീറ്റർ മാത്രം തിക്നെസ് ഉള്ള ഈ സ്മാർട്ട് ഫോണിന് വെറും 171 ഗ്രാം മാത്രമാണ് ഭാരം. തിക്നെസ്സും ഭാരവും കുറവായതുകൊണ്ടാകണം കയ്യിൽ ഈ ഫോൺ പിടിക്കാൻ വളരെ സുഖമാണ്. ഇൻ ഹാൻഡ് ഫീൽ അതിമനോഹരമാണ്. മുകളിലും താഴെയുമുള്ള ഗ്ലാസുകൾക്കിടയിൽ അലുമിനിയം ഫ്രെയിം വെച്ചുകൊണ്ടുള്ള ഒരു സാൻഡ്വിച്ച് ഡിസൈൻ ആണ് സ്മാർട്ട് ഫോണിന് നൽകിയിരിക്കുന്നത്. 6.54 ഇഞ്ചിന്റെ കർവ്ഡ് ഡിസ്പ്ലേ ആണ്. അതുപോലെ ഫോണിന് അമോയിലിംഗ് ഡിസ്പ്ലേ ആണ് നൽകിയിരിക്കുന്നത്. കൂടാതെ HDR10+ന്റെ സപ്പോർട്ട് നൽകിയിട്ടുണ്ട്. ഡിസ്പ്ലേക്ക് ഒരു മികച്ച സ്മൂത്ത്നെസ് നൽകുന്നതിന് വേണ്ടി 90 ഹെർട്സിന്റെ റിഫ്രഷും നൽകിയിട്ടുണ്ട്. ആൻഡ്രോയിഡ് 12 അധിഷ്ഠിതമായി വിവോയുടെ സ്വന്തം യൂസർ ഇന്റർഫേസ് ആയിട്ടുള്ള ഫണ്ടെക് OS 12 ഈ ഒരു സ്മാർട്ട് ഫോൺ പ്രവർത്തിക്കുന്നത്. നെറ്റ്ഫ്ലിക്സ്, മോജ്, ജോഷ് തുടങ്ങിയ വിവോയുടെ തന്നെ കുറച്ച് ആപ്ലിക്കേഷനുകൾ ഇതിൽ പ്രീ ഇൻസ്റ്റാൾ ആയി വരുന്നുണ്ട്. ഫിംഗർ പ്രിന്റ് ഈ ഫോണിന്റെ ഡിസ്പ്ലേയിൽ തന്നെ ഇൻ ഡിസ്പ്ലേ ആയി നൽകിയിരിക്കുന്നു. ഫേസ് അൺലോക്ക് സംവിധാനവും ഫോണിൽ നൽകിയിട്ടുണ്ട്. ബ്ലൂടൂത്ത് വെർഷൻ 5.2, ഡുവൽ ബാൻഡ് വൈഫൈ സപ്പോർട്ട്, വൈഫൈ കാളിംഗ് തുടങ്ങിയവ ഈ സ്മാർട്ട് ഫോണിൽ നൽകിയിട്ടുണ്ട്. 5G സ്മാർട്ട് ഫോൺ ആണ്. 5G സ്മാർട്ട് ഫോൺ എന്ന് വെറും പേരിന് വേണ്ടി മാത്രം പറയുന്നതല്ല. മീഡിയാടെക്കിന്റെ 1200
ഹൈ പ്രൊസസർ ആണ് നൽകിയിട്ടുള്ളത്. 6nm പ്രൊസസർ ആണ്. അതുകൊണ്ട് തന്നെ ഇതൊരു പേരിന് വേണ്ടി പറയുന്ന 5G സ്മാർട്ട് ഫോൺ അല്ല. 7 വ്യത്യസ്ത ഇനം 5G ബാൻഡലുകൾ ഈ സ്മാർട്ട് ഫോണിനകത്ത് സപ്പോർട്ട് ചെയ്യും. ഫോണിന്റെ ബാക്ക് സൈഡിൽ ഇത്തരത്തിൽ 3 ക്യാമറകളാണ് കൊടുത്തിരിക്കുന്നത്. ഇതിനകത്ത് പ്രൈമറി ക്യാമറ 108 മെഗാ പിക്സലിന്റെതും സെക്കൻഡറി ക്യാമറ 8 മെഗാ പിക്സലിന്റെ അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറയും ടെർഷറി ക്യാമറയായിട്ട് 2 മെഗാ പിക്സലിന്റെ ഒരു മാക്രോ സെൻസറുമാണ് ഇതിനകത്ത് നൽകിയിട്ടുള്ളത്. ഫ്രണ്ട് ക്യാമറ നേരത്തെ പറഞ്ഞ പോലെ സെൽഫി എടുക്കാനായിട്ട് 2 ക്യാമറകൾ നൽകിയിട്ടുണ്ട്. 50 മെഗാ പിക്സലിന്റെ ഒരു പ്രൈമറി സെൽഫി ക്യാമറയും 8 മെഗാ പിക്സലിന്റെ ഒരു അൾട്രാ സെൽഫി ക്യാമറയും നൽകിയിട്ടുണ്ട്. ഒരാൾക്ക് വേണ്ടി മാത്രമുള്ള സെൽഫി എടുക്കുമ്പോൾ നോർമൽ സെൻസർ ഉപയോഗിച്ചുകൊണ്ട് ഇതുപോലെ സെൽഫി എടുക്കാം. ഗ്രൂപ്പ് സെൽഫി ആണെങ്കിൽ അൾട്രാ വൈഡ് ആംഗിളിലേക്ക് സെൽഫി ക്യാമറയിൽ തന്നെ സ്വിച്ച് ചെയ്തുകൊണ്ട് ഇതുപോലെ ഈ ഗ്രൂപ്പ് സെൽഫികളും എടുക്കാൻ കഴിയും. ഫോണിന്റെ ഫ്രണ്ട് ക്യാമറ ഉപയോഗിച്ചുകൊണ്ടും ബാക്ക് ക്യാമറ ഉപയോഗിച്ചുകൊണ്ടും 4K റെസൊല്യൂഷനിൽ വീഡിയോ എടുക്കാവുന്നതാണ്. എപ്പോഴും വിവോയുടെ വി സീരീസ് എന്ന് പറയുന്നത് ക്യാമറയ്ക്ക് പേരുകേട്ട അല്ലെങ്കിൽ മികച്ച ക്യാമറ പെർഫോമൻസ് നൽകുന്ന കാഴ്ചവെക്കുന്ന സീരീസ് ആയ ഫോണാണ്. 44 വോൾട്ടിന്റെ ഫാസ്റ്റ് ചാർജറാണ് നൽകിയിരിക്കുന്നത്. അതുപോലെ തന്നെ 4300 mAhന്റെ ബാറ്ററി കപ്പാസിറ്റിയാണ് ഫോണിന് നൽകിയിട്ടുള്ളത്. വളരെ വേഗത്തിൽ തന്നെ ഈ ഫാസ്റ്റ് ചാർജർ ഉപയോഗിച്ചുകൊണ്ട് ഫോൺ ചാർജ് ചെയ്യാവുന്നതാണ്. ഈ ഫോണിനൊരു പ്രത്യേകതയുണ്ട്. ഈ ഫോൺ ഇങ്ങനെ അൾട്രാ വയലറ്റ് ഏൽക്കുന്ന തരത്തിൽ സൺലൈറ്റിലോ മറ്റു ലൈറ്റിന്റെ കീഴിലോ പിടിച്ചിരുന്നാൽ ഇതിന്റെ ഗോൾഡ് കളർ മാറിയിട്ട് ഇതുപോലെ ഒരു ബ്ലൂ കളറിലേക്ക് ഇതിന്റെ ബോഡി ഷിഫ്റ്റ് ആകുന്നതായി കാണാൻ കഴിയും. പിന്നീട് നമ്മുടെ റൂമിലേക്ക് വന്ന് നമ്മൾ സാധാരണ ലൈറ്റിലേക്ക് വരുമ്പോൾ വീണ്ടും അതിന്റെ ഒറിജിനൽ കളറായ ഗോൾഡ് കളറിലേക്ക് മാറുന്നതായി കാണാൻ പറ്റും. അങ്ങനെ നിറം മാറുന്ന ഒരു വ്യത്യസ്തമായ ഫോണാണ്. ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ടാണ് ഇത്തരത്തിൽ കളർ ചേഞ്ചിങ് സ്മാർട്ട് ഫോൺ വിവോ V23 പ്രോയിലൂടെ വിവോ പുറത്തിറക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഗിഫ്റ്റ് കിട്ടിയ വിവോ V23 പ്രോയുടെ വിശേഷങ്ങൾ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ എന്ന ഓപ്ഷൻ കൂടി സെലക്ട് ചെയ്യണം. അപ്പോൾ ഇനി ഒരു അടിപൊളി വീഡിയോയുമായി കാണുന്നത് വരെ സ്റ്റേ ട്യൂൺ. ബൈ ബൈ.